2024 T20 ക്രിക്കറ്റിന് മറക്കാനാവാത്ത ഒട്ടനവധി സംഭാവനകളാണ് നൽകിയത്. അതിൽ തന്നെ 119 ഇൻഡിവിജ്വൽ സെഞ്ചുറികളും 1945 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. അതുകൂടാതെ ആകെ 65 തവണ 250+ ടീം സ്കോർ പിറന്നപ്പോൾ അതിൽ 24 ഈ വർഷമായിരുന്നു. അങ്ങനെ ഒട്ടനവധി റെക്കോർഡുകൾ പിറന്ന ഈ വർഷത്തെ ബെസ്റ്റ് T20 11 തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഹർഷ ബോഗ്ലെ. ഇനി ഹർഷ ബോഗ്ലെയുടെ ബെസ്റ്റ് 11 നോക്കാം. അതോടൊപ്പം നിങ്ങളുടെ ബെസ്റ്റ് 11ഉം കമന്റ് ചെയ്യൂ. ജോസ് ബട്ട്ലറും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമെല്ലാം ഓപ്പണിംഗിൽ മികച്ച രീതിയിൽ കളിച്ചെങ്കിലും ഹർഷ ബോഗ്ലെ തെരഞ്ഞെടുത്തത് ട്രാവിസ് ഹെഡിനെയും ഫിൽ സാൾട്ടിനെയുമായിരുന്നു. പോയ വർഷം 41.20 ആവറേജിൽ 182 സ്ട്രൈക്ക് റേറ്റിൽ 1442 റൺസാണ് ട്രാവിസ് ഹെഡ് അടിച്ചുകൂട്ടിയത്. അതിൽ തന്നെ 13 അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും ഉൾപ്പെടുന്നു. ഫിൽ സാൾട്ട് ആകട്ടെ 166 പ്രഹരശേഷിയിൽ 1381 റൺസും സ്കോർ ചെയ്തു. ഇനി മൂന്നാം നമ്പറിലേക്ക് ഇന്ത്യയുടെ അഭിമാനവും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവുമായ സഞ്ജു സാംസണെയാണ് പരിഗണിച്ചത്. 4ാം നമ്പറിലേക്ക് നിക്കോളാസ് പൂറിനെ പരിഗണിച്ച ഹർഷ ബോഗ്ലെ 5ാം നമ്പറിൽ ഹെൻറിച്ച് ക്ലാസിനെയും ഉൾപ്പെടുത്തി. IPLലും ഇന്റർനാഷണൽ ക്രിക്കറ്റിലും ഒട്ടനവധി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നിക്കോളാസ് പൂറിനേക്കാളും മികച്ചൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഇല്ല എന്ന് പറഞ്ഞ ബോഗ്ലെ ഹെൻറിച്ച് ക്ലാസിന്റെ SA T20യിലെയും IPLലെയും പ്രകടനങ്ങളെയും വാനോളം പുകഴ്ത്തി. നിരവധി തവണ താൻ സഞ്ജു സാംസന്റെ ഒരു വലിയ ആരാധകനാണെന്ന് പറഞ്ഞിട്ടുള്ള ഹർഷ ബോഗ്ലെ 2024 സഞ്ജു സാംസന്റെ മിന്നും പ്രകടനങ്ങളും ചൂണ്ടിക്കാട്ടി. 3 സെഞ്ചുറികളുമായി ഓപ്പണിംഗിൽ തനിക്ക് കിട്ടിയ അവസരം മുതലാക്കിയ സഞ്ജു സാംസൺ 1103 റൺസാണ് 2024 സ്വന്തമാക്കിയത്. 6-7 സ്ഥാനങ്ങളിലേക്ക് ഓൾറൗണ്ടർമാരെ പരിഗണിച്ച ഹർഷ ബോഗ്ലെ അക്സർ പട്ടേൽ അല്ലാതെ ഒരു മികച്ച സ്പിൻ ഓൾറൗണ്ടർ ഇല്ല എന്നും ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും തന്റെ 11ൽ അക്ഷർ പട്ടേലിനെ ഉൾപ്പെടുത്താതിരുന്ന ബോഗ്ലെ 6ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും 7ാം നമ്പറിൽ ആന്ദ്രെ റസലിനെയുമാണ് പരിഗണിച്ചത്. അതിനിടയിൽ 6ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയോ മാർക്കസ് സ്റ്റോണിഷോ എന്ന് ചിന്തിച്ച ഹർഷ ബോഗ്ലെ ഒരു കമ്പാരിസൺ നടത്താനും മറന്നില്ല. സ്പിന്നർമാരായ വാനിന്ദു ഹസരംഗ, ആഡം സാംബ, തീക്ഷ്ണ തുടങ്ങിയവരെല്ലാം മികച്ച പ്രകടനം നടത്തിയെന്ന് പറഞ്ഞ ബോഗ്ലെ തന്റെ 11ലേക്ക് തിരഞ്ഞെടുത്ത് റാഷിദ് ഖാനെയും വരുൺ ചക്രവർത്തിയെയുമാണ്. 2024 41 മാച്ചുകൾ കളിച്ച റാഷിദ് ഖാൻ 66 വിക്കറ്റുകളാണ് നേടിയത്. 14 റൺസ് വഴങ്ങി 4 വിക്കറ്റ് നേടിയതാണ് മികച്ച പ്രകടനം. 2024 29 മാച്ചുകളിൽ നിന്നായി 47 വിക്കറ്റുകൾ സ്വന്തമാക്കിയ വരുൺ ചക്രവർത്തി 17 റൺസ് വഴങ്ങി 5 വിക്കറ്റ് നേടിയതാണ് മികച്ച പ്രകടനം. 10-11 സ്ഥാനങ്ങളിലേക്ക് 2 പേസർമാരെ പരിഗണിച്ച ബോഗ്ലെ ന്യൂസിലാൻഡ് പേസർമാരായ ട്രെന്റ് ബോൾട്ട്, ലൂക്കി ഫെർഗൂസൺ എന്നിവർ മികച്ച പ്രകടനം നടത്തിയെന്ന് പറഞ്ഞപ്പോഴും തന്റെ 11ലേക്ക് പരിഗണിച്ചത് ഇന്ത്യയുടെ യുവ പേസർ അർഷദീപ് സിംഗിനെയും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെയുമാണ്. 2024 37 T20 മാച്ചുകൾ കളിച്ച അർഷദീപ് സിംഗ് 24 വിക്കറ്റുകളാണ് പവർ പ്ലേയിൽ മാത്രമായി വീഴ്ത്തിയത്. 2024 T20 വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ട ബൂംറയാകട്ടെ IPLൽ തന്റെ ടീം അവസാന സ്ഥാനക്കാരായപ്പോഴും 13 മാച്ചുകളിൽ നിന്നായി 20 വിക്കറ്റും നേടി. റൺമഴ പെയ്ത ഈ IPL സീസണിലെ ബൂംറയുടെ എക്കണോമി റേറ്റ് ആവട്ടെ 6.5ൽ താഴെയുമായിരുന്നു. T20യിൽ 2024 ഹർഷ ബോഗ്ലെയുടെ മികച്ച 11 ഒന്നുകൂടെ നോക്കാം. ഓപ്പണർമാരായി ട്രാവിസ് ഹെഡും ഫിൽ സാൾട്ടും, 1 ഡൗണായി സഞ്ജു സാംസൺ എത്തുമ്പോൾ മിഡിൽ ഓർഡറിൽ നിക്കോളാസ് പൂറിനും ഹെൻറിച്ച് ക്ലാസിനും കളിക്കും. ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യയെയും ആന്ദ്രെ റസലിനെയും പരിഗണിച്ചപ്പോൾ റാഷിദ് ഖാനും വരുൺ ചക്രവർത്തിയുമാണ് സ്പിന്നർമാരായി ടീമിലെത്തിയത്. ബോഗ്ലെയുടെ ടീമിന്റെ പേസാക്രമണത്തിന്റെ ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും ചേർന്നായിരിക്കും. ബോഗ്ലെയുടെ ടീമിൽ ഇന്ത്യൻ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, വാനിന്ദു ഹസരംഗ, ജോസ് ബട്ട്ലർ തുടങ്ങിയവരൊന്നും ഇടം പിടിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. നിങ്ങളുടെ ബെസ്റ്റ് 11 കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടണും അമർത്തൂ.